യൂൺകാപ്പിന്റെ അമ്മയുടെ പിന്നാലെ ഒരാൾ വന്നിട്ട് അമ്മനെ ബോധം കെടുത്തി അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോവുകയാണ്. വോണി ഇപ്പോൾ ഉണ്ടായിരുന്നത് രാജാവൊക്കെയുള്ള സ്ഥലത്താണല്ലോ. അങ്ങനെയിരിക്കെ തിരിച്ചു പോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഇൻസ്യോണും ഇപ്പോൾ വീണ്ടും ഗങ്ചോരിനെ കാണുവാനായിട്ട് എത്തുകയാണ്. ബിബിയും താൻ ഇതുപോലെ ഒരാളെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് പോയ സമയത്ത് അവരുടെ കയ്യിൽ മന്ത്രം എഴുതിയിട്ടുള്ള പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നതും അതുകൊണ്ട് തന്നെ അങ്ങനെ മന്ത്രം എഴുതിയ പേപ്പർ ഉള്ള ആൾക്കാരെ നമുക്ക് അറ്റാക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നുമുള്ള കാര്യമെല്ലാം തന്നെ ഗങ്ചോരിനെ അറിയിക്കുന്നു. നീ എന്നെ 2 തവണ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യുപകാരം എന്ന രീതിക്ക് ഞാനും നിനക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ നൽകുവാനായിട്ട് എത്തിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസോൺ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്ന സ്വീറ്റ്സ് എല്ലാം തന്നെ കങ്ചോരിക്കും കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് ഉടനെ തന്നെ അവനും ആ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിരിക്കുന്നുണ്ട്. അതേസമയം യൂറിയാകട്ടെ അതൊക്കെ കണ്ട് അസൂയപ്പെട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യമായിട്ട് കണ്ട സമയത്ത് യൂറിയും നീയും ഒരേ നാട്ടിലൊക്കെയാണ് ജനിച്ചു വളർന്നതെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കൂടാതെ നിനക്ക് അവളൊരു സഹോദരനെ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഇവളെ നിന്റെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചിട്ടുള്ളതെന്നുള്ള രീതിക്ക് ഇൻസോൺ ചോദിക്കുമ്പോഴത്തേക്കും അതേ എന്നൊരു മറുപടിക്ക് ഗംചൊരിയും കൊടുക്കുന്നു. അതേസമയം ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസിക്ക് ആവശ്യമായിട്ടുണ്ട്. സോ കുറച്ചു നേരം നീ ഇവിടെ നിന്ന് മാറി നിൽക്കാമോ എന്ന രീതിക്ക് കൂടി യൂറിയുടെ അടുത്തായിട്ട് ഇൻസോൺ പറയുമ്പോഴത്തേക്കും യൂറിയും അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ഗംചോരിക്ക് ഫുഡിൽ മാത്രമായിരുന്നു ശ്രദ്ധ. യൂറി പുറത്തൂടെ നടക്കുന്ന സമയത്ത് ഒരാൾ യൂറിനെ വന്ന് കാണുകയാണ്. രാജാവിന്റെ മുത്തശ്ശന് കണ്ണട ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂറിനെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളും യൂറിയുടെ അടുത്തായിട്ട് സംസാരിക്കുന്നത്. അവളാകട്ടെ തിരിച്ച് വീട്ടിൽ പോയി കണ്ണടയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ യൂറി പോയി കഴിയുമ്പോഴത്തേക്കും കങ്ചുരിയുടെ നേർക്ക് ഒരു ആരോ വരികയാണ്. അവനും ആ ആരോ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിലൊരു കത്തുണ്ടായിരുന്നു. യൂൺകാപ്പിന്റെ അമ്മേനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്നും ഒരു സ്ഥലത്തെത്തുകയാണെങ്കിൽ മാത്രമേ അമ്മേനെ വിട്ടുതരികയുള്ളൂ എന്നുമായിരുന്നു ആ ഒരു കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആദ്യം അത് തന്റെ അമ്മയല്ലല്ലോ, യൂൺകാപ്പിന്റെ അമ്മയല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഗങ്ചോരി ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഇൻസോണ്ട് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരിക്കലും യൂൺകാപ്പിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും തന്നെ ഇതിൽ വരികയില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ അമ്മേനെ രക്ഷിക്കുവാനായിട്ട് പോവുകയാണ്. ഗംഗച്ചോരി അങ്ങനെ പോകുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇൻസോണും തന്റെ ഇഷ്ടമൊക്കെ ഗംഗച്ചോരിയുടെ അടുത്തായിട്ട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം നീയായിട്ട് പറയേണ്ടതില്ല. നിന്റെ പേരൻസ് പറയുന്ന ഒരാളെ വിവാഹം കഴിച്ച് അയാളുടെ കുട്ടിക്ക് ജന്മം കൊടുക്കുക മാത്രമാണ് നീ ചെയ്യേണ്ടത്. നിനക്കും നല്ലൊരു ലൈഫൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഈ ഒരു പ്രായത്തില് സ്വന്തം വീട്ടുകാർ പറയുന്നതിനെതിരായിട്ട് ചെയ്യുവാനായിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും ഞാൻ ഒരിക്കലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കുന്നുമില്ല. കൂടാതെ യൂറിനെ നീ ഒരു ജോലിക്കാരിയായിട്ടാണ് കാണുന്നതെങ്കിലും ഇങ്ങോട്ടേക്ക് നീ ഇനി വരരുതെന്നും കൂടി പറഞ്ഞിട്ടാണ് ഗംഗച്ചേരി പോകുന്നത്. രാജാവ് വോണിയുവിനെ അന്വേഷിച്ചുകൊണ്ട് വോണിയു നേരത്തെ താമസിച്ച സ്ഥലത്ത് എത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് കുറെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വോണിയു അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം രാജാവും മനസ്സിലാക്കുന്നത്. രാജാവിന്റെ മുത്തശ്ശന്റെ അടുത്തേക്ക് എന്നാ പറഞ്ഞിട്ടായിരുന്നല്ലോ യൂറിനെ കൂട്ടിക്കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേക്കും കുറെ അധികം ആൾക്കാർ വന്നിട്ട് യൂറിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഗംഗച്ചോരി അമ്മേനെ അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞ സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നത് മിനിസ്റ്റർ ക്വാക്ക് ആയിരുന്നു. ഗംഗച്ചോരി ആദ്യം അവിടെ ഉണ്ടായിരുന്ന കുറെ പേരെ അറ്റാക്ക് ചെയ്തിട്ട് അമ്മനെ രക്ഷിക്കുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് മിനിസ്റ്റർ ക്വാക്കിനെ അടുത്ത് കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് മിനിസ്റ്റർ ക്വാക്കിന്റെ അടുത്തും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മന്ത്രമൊക്കെ എഴുതിയ പേപ്പർ ഉണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. സോ മിനിസ്റ്റർ ക്വാക്കിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. യൂറിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ബിബിയും ഒരു കാറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവളെ അറ്റാക്ക് ചെയ്ത ആൾക്കാരെ നിലത്ത് വീഴ്ത്തിയതിനു ശേഷം അവൾക്ക് രക്ഷപ്പെടുവാനായിട്ടൊരു അവസരം കൊടുക്കുന്നു. ബിബിയും യൂറിയുടെ അടുത്ത് നിന്ന് നേരെ ഗംഗച്ചോരിയുടെ അടുത്തേക്കായിട്ട് പോകുന്നു. അവിടെ എത്തിയിട്ട് മിനിസ്റ്റർ ക്വാക്കിനെയും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും കാറ്റിലൊക്കെ പറത്തി വിട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് ഗംഗച്ചോരി പോലും രക്ഷപ്പെടുന്നത്. യൂറിയും കുറെ ദൂരം ഓടി കഴിയുമ്പോഴത്തേക്കും നേരത്തെ അവളെ പിടിച്ചോണ്ട് പോകുവാനായിട്ട് നോക്കിയ ആൾക്കാര് അവളെ അറ്റാക്ക് ചെയ്യുവാനായിട്ടും വരുന്നു. പക്ഷേ വോണിയോനെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്ന രാജാവും പടയാളിയും ഈ ഒരു കാഴ്ച കാണുകയും അവര് നേരിട്ട് തന്നെ എത്തിയിട്ട് യൂറിനെ രക്ഷിക്കുവാനായിട്ട് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് രാജാവിന് പരിക്ക് പറ്റുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് യൂറിനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യൂറി സാധാരണ ഒരു കണ്ണട വിൽക്കുന്ന ആളല്ല എന്ന് ആർക്കോ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂറിക്കെതിരായിട്ട് അറ്റാക്ക് ചെയ്യുവാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്ന് രാജാവും മനസ്സിലാക്കുകയാണ്. സോ യൂറിനെ വീട്ടിലേക്ക് പടയാളി തന്നെയാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. യൂറി അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കുമാണ് യൂൺകാപ്പ് അമ്മേനെയും കൂട്ടിക്കൊണ്ട് വരുന്ന കാഴ്ച അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. ഗംഗച്ചോരി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ യൂറിയുടെ അടുത്ത് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും യൂറിയും നടന്ന കാര്യങ്ങൾ ഗംഗച്ചോരിയുടെ അടുത്തായിട്ടും അറിയിക്കുന്നു. അപകടത്തിൽപ്പെട്ട സമയത്ത് യൂറിക്ക് കയ്യിലുണ്ടായിരുന്ന ബോക്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗംഗച്ചോരിയും ആ ഒരു ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് അവളുടെ അടുത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് അവളും മുറിവിൽ മരുന്ന് വയ്ക്കുന്ന കാഴ്ച അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവനും അവളെ ഹെൽപ്പ് ചെയ്യുന്നു. എന്റെ മുത്തശ്ശി ഇപ്പോൾ മെട്ടടിപ്രേതത്തിന്റെ ഉള്ളിലാണുള്ളത്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരുപാട് വിഷമമൊക്കെ തോന്നുന്നു. അതേസമയം
എന്റെ മുത്തശ്ശിനെ നീ അല്ല കൊന്നതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സന്തോഷമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ എനിക്ക് നിന്റെ അടുത്ത് സ്നേഹം തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും നീ ആയിരിക്കും മുത്തശ്ശിനെ കൊന്നിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരുപാട് കുറ്റബോധം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിന്നെ സ്നേഹിച്ചതിൽ ഞാൻ ഒരിക്കലും വിഷമിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇരിക്കുമ്പോഴത്തേക്കും അവളുടെ കരച്ചിലൊക്കെ അവൻ മാറ്റുകയും അവളെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വീണ്ടും കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു അവർക്ക് സ്വബോധമൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ യൂറിയും നടന്ന കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തങ്ചോരിക്ക് കിസ് ചെയ്തതൊക്കെ ഓർത്തിട്ട് ഒരുപാട് സന്തോഷമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. യൂൺകാപ്പിന്റെ അമ്മ ഇപ്പോൾ ഉറക്കം ഉണർന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മിനിസ്ട്രൽ എന്നെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്, നിന്നെ ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി നിൽക്കുന്നത് നിന്റെ ലൈഫിന് പോലും ആപത്താണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ജോലിക്ക് ഉപേക്ഷിച്ചിട്ട് നമുക്ക് പഴയതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ പോകാം. നമുക്ക് യൂറിനെയും കൂട്ടാം, നമുക്കവിടെ ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുമെന്ന രീതിക്ക് അമ്മയും അവന്റെ അടുത്തായിട്ട് പറയുന്നു. കണ്ണു കാണാത്ത മന്ത്രവാദിയെ കാണുവാനായിട്ട് മിസ്റ്റർ ക്വാക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നിന്റെ കയ്യിൽ ആ ഒരു മന്ത്രം എഴുതിയ പേപ്പർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിന്നെ ഗംചോരിക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അവൻ യൂൺകാപ്പാണെന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ നിന്റെ വിശ്വാസം മാറ്റേണ്ട സമയമായിരിക്കുന്നു. അവനൊരു ഇമോക്കിയാണെന്ന് പറഞ്ഞിട്ട് മിനിസ്റ്റർ ക്വാക്കിന് ഒരു പൊടിയൊക്കെ നൽകുകയാണ് മന്ത്രവാദിയും. ഈ ഒരു പൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഗംചോരിക്ക് തന്റെ പവേഴ്സ് യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന രീതിക്കാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. ഗംഗോരി വലിയ സന്തോഷത്തിലായതുകൊണ്ട് തന്നെ ബിബി കാര്യം അന്വേഷിക്കുമ്പോഴത്തേക്കുമാണ് ഇവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞു എന്നൊക്കെ ഗംഗോരിയും ബിബിനെ അറിയിക്കുന്നത്. ബിബിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ അവൾ ഒരിക്കലും അത് നിന്നോടുള്ള ഇഷ്ടം കാരണം പറഞ്ഞതല്ല, മറിച്ച് നീ ഉള്ളത് യൂൺകാപ്പിന്റെ ബോഡിയിലാണല്ലോ, അങ്ങനെ ഇരിക്കെ നീ യൂൺകാപ്പ് ആണെന്നുള്ള രീതിക്കാണ് അവൾ ഇപ്പോഴും നിന്നെ കാണുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിന്റെ അടുത്ത് അവൾ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞു ഗംഗോരിനെ ആ ഒരു പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്തായാലും നിനക്ക് സ്വർഗത്തിലൊക്കെ പോകേണ്ടതല്ലേ, നിനക്ക് ആവശ്യമുള്ള ആൾക്കാരെ ഞാനും സെലക്ട് ചെയ്ത് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കങ്ചോരിയും തന്റെ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ടൊക്കെ ആയിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ കൊട്ടാരത്തിലേക്ക് പോകുവാനായിട്ട് യൂറിയും കങ്ചോരിയും റെഡിയായി നിൽക്കുന്ന സമയത്ത് അവിടെ എത്തുന്ന അമ്മയാകട്ടെ, ഇന്നലെ യൂറിയനെ പലരും അറ്റാക്ക് ചെയ്യുവാനായിട്ടൊക്കെ വന്നതല്ലേ, അതുകൊണ്ട് തന്നെ നീ എപ്പോഴും അവളുടെ ഒപ്പം തന്നെ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അവളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംചോരിനെ യൂറിയുടെ അടുത്തേക്കായിട്ട് തള്ളിയിടുകയായിരുന്നു അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും അവർ ഒന്നിക്കണമെന്ന് അമ്മ അത്രയേറെ ആഗ്രഹിച്ചിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് നടന്നു പോകുന്ന സമയത്ത് ഞാൻ നിന്റെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ നിന്നെ ആരും അറ്റാക്ക് ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് ഗംചോരി വരുന്നത്. വഴിയിൽ വെച്ച് കുറച്ച് പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന യൂറിയും ആ ഒരു പൂക്കളെ നോക്കുമ്പോഴത്തേക്കും അതൊന്നും തന്നെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പൂക്കൾ വിരിയാത്തതിൽ അവൾക്ക് വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഗംചോരിയും തന്റെ പവേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പൂക്കളെല്ലാം തന്നെ വിരിയിക്കുകയാണ്. യൂറിയും അത് കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഗംചോരിയും യൂറിയുടെ കൈ പിടിക്കുവാനായിട്ട് നോക്കുന്ന സമയത്തായിരുന്നു യൂൺകാപ്പ് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്രഷൊക്കെ അവിടെ ഇരിക്കുന്ന കാഴ്ച അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ രാജാവും അവിടെ എത്തിയിട്ട് അത് യൂൺകാപ്പ് ഉപയോഗിച്ചതാണ് എന്നും യൂൺകാപ്പ് ജീവനോടെ ഇല്ല എന്ന് രാജാവിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അതവിടെ സൂക്ഷിച്ചു വെച്ചേക്കുകയാണെന്നുള്ള കാര്യമെല്ലാം തന്നെ രാജാവും യൂറിനെ അറിയിക്കുന്നു. എട്ടടി പ്രേതം ഇപ്പോൾ നിങ്ങളുടെ മാത്രം ശത്രുവല്ല, എന്റെ മുത്തശ്ശിയുടെ ശത്രു കൂടിയാണ്. അങ്ങനെ ഇരിക്കെ അത് എന്റെ കൂടി ശത്രു ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ എല്ലാ രീതിക്കും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കുമെന്ന് യൂറിയും രാജാവിനെ അറിയിക്കുന്നു. ഈ ഒരു സമയത്ത് രാജാവിന്റെ അടുത്ത് വളരെ റെസ്പെക്ടോടു കൂടി മാത്രമായിരുന്നു ഗംഗ്ചോരി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് കേട്ട് എല്ലാവരും തന്നെ ആകെ ഞെട്ടുകയാണ്. ഗംഗ്ചോരിയും യൂറിയനെ നിങ്ങൾ രക്ഷിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളുടെ അടുത്ത് റെസ്പെക്ടോടു കൂടി സംസാരിക്കുന്നതെന്ന് രാജാവിനെയും അറിയിക്കുന്നു. പക്ഷെ രാജാവ് തന്നെ റെസ്പെക്ടോടു കൂടി തന്റെ അടുത്ത് സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗംഗ്ചോരിയും പഴയതുപോലെ തന്നെ സംസാരിച്ചു തുടങ്ങുകയാണ്. യൂറിനെ അറ്റാക്ക് ചെയ്ത അതേ സമയത്ത് തന്നെ യൂൺകാപ്പിന്റെ അമ്മേനെയും കുറച്ച് ആൾക്കാർ ചേർന്ന് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതാരാണെന്ന് എനിക്ക് അറിയിക്കയില്ല എന്ന് കംചോരി ഒരു കള്ളം പറയുന്നു. എങ്കിൽ പോലും ഞാൻ യൂറിയുടെ ഒപ്പം ഇല്ലാതിരിക്കുന്ന സമയത്ത് യൂറിയനെ ഇല്ലാതാക്കുവാനായിട്ട് അവർ മനഃപൂർവ്വം പ്ലാൻ ചെയ്തൊരു പദ്ധതിയാണ് ഇതേന്ന രീതിക്ക് അവൻ പറയുന്നുമുണ്ട്. മാത്രല്ല രാജാവിന്റെ മുത്തശ്ശൻ വിളിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നെ കൂട്ടിക്കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുവാനുള്ള സാധ്യതയുണ്ടോ എന്ന് യൂറി ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ ആ ഒരു സമയത്ത് കൊട്ടാരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രല്ല മുത്തശ്ശൻ ഒരിക്കലും നിന്നെ വിളിപ്പിക്കുവാനായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് എന്നെ അറിയിച്ചു. സോ മുത്തശ്ശന് ഇതിൽ ഒരു പങ്കുമില്ല. കൂടാതെ മറ്റാരെങ്കിലും മുത്തശ്ശന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തതാക്കുവാനാണ് സാധ്യത കൂടുതലെന്ന് രാജാവും അറിയിക്കുന്നു. അതായത് രാജാവിന് ഇത്രയും നാളായിട്ടും തന്റെ മുത്തശ്ശൻ ഒരു ദുഷ്ടനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.